പട്ടണക്കാട് പഞ്ചായത്തിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിയ അനധികൃത കള്ള് വിൽപ്പനയെന്ന് പരാതി. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പട്ടണക്കാട് പഞ്ചായത്ത് 8-ാം വാർഡിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത കള്ള് വിൽപ്പനയെന്ന് പരാതി. പട്ടണക്കാട് ബിഷപ്പ് മൂർ സ്കൂളിന് സമീപത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് കള്ള് വിൽപ്പന നടക്കുന്നത്. പ്രദേശവാസികളുടെ കൺസെന്റ് വാങ്ങാതെയാണ് കള്ളുവിൽപ്പന തകൃതിയായി നടക്കുന്നതെന്നും പരാതി ഉയരുന്നുണ്ട്. നമ്മളിവിടെ ഈ ഷാപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലൈസൻസ് ആകുന്നതിന് മുന്നേ തന്നെ ചെന്ന് നമ്മൾ ഡെപ്യൂട്ടി കമ്മീഷണർക്കും സർക്കിൾ ഇൻസ്പെക്ടർക്കും ഒക്കെ നമ്മൾ പരാതി കൊടുത്തിരുന്നതാണ്. ഇവിടെ ഞങ്ങൾ ഈ പറയുന്ന ആൾക്കാർ പോകുന്ന ഈ ഒരു ചെറിയ റോഡ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. രാത്രിയാണേലും പകലാണേലും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോകുന്ന റോഡാണ്. ഈ പോകുന്ന റോഡിലേക്ക് ഇവർക്ക് ഈ കൊടുത്തിരിക്കുന്ന ഷാപ്പ് കൊടുത്തിരിക്കുന്ന ഈ വീട്ടുകാർക്ക്, ഷാപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സൈക്കിൾ വയ്ക്കാൻ പോലുള്ള സ്ഥലമില്ല, ഒരു പാർക്കിങ്ങിനോ അല്ലെങ്കിലില്ല. അവരങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുടിക്കാൻ വരുന്നവരാണേലും വെറുതെ നിൽക്കുന്നവരാണേലും ഒരു അക്രമാസക്തമായ ഒരു ഏരിയ ആയിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത്. ആ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബമായിട്ട് താമസിക്കുന്നവരാണ്. ഞങ്ങൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരണം, ചിലപ്പോൾ രാത്രി ആയിരിക്കാം. ഞാൻ എന്നെ പോലൊരു പെണ്ണ് രാത്രി മിക്കവാറും സമയങ്ങളിൽ വരുന്ന സമയം എന്ന് പറയുന്നത് ലേറ്റായിട്ട് വരുന്ന സമയങ്ങളുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞാലും കുറച്ച് വർക്ക് ഉണ്ടെങ്കിൽ ലേറ്റായിട്ട് വരുന്ന സമയങ്ങളാണ്. ആ സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഇവിടെയുള്ള ലീലാവിലാസങ്ങളെ കണ്ടിട്ട് നമുക്ക് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു രീതിക്ക് ഞങ്ങൾ ഇത് അറിഞ്ഞ ഉടനെ തന്നെ പരാതി കൊടുത്തിരുന്നതാണ്. ഞാൻ ചെന്ന് ഡെപ്യൂട്ടി കമ്മീഷണറോട് ചോദിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് അന്ന് അപ്രൂവ് ആയിട്ടുണ്ട് എന്നോ, അപ്രൂവ് ആയതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ജൂൺ 30-നാണ് ഞാൻ ഓൾറെഡി മെയിൽ ചെയ്തു, എല്ലാവർക്കും പരാതി മെയിൽ ചെയ്തു. 1-ാം തീയതിയാണ് ഡയറക്റ്റ് കൊണ്ടുപോയി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു ആലപ്പുഴയിൽ. അന്നേരം അവർ പറഞ്ഞ് നോക്കാം. അന്ന് ഇവരിവിടെ അളന്നു പോകുന്ന സമയത്ത് ബിഷപ്പ് മൂർ സ്കൂളും ഈ പറയുന്ന ഗേറ്റും തമ്മിൽ 400 മീറ്റർ ചുറ്റളവിൽ താഴെയുള്ളൂ. അങ്ങനെ വളർന്നതാണത്. അതും ഞാൻ അവിടെ ബോധിപ്പിച്ചതാണ്, പരാതിയിൽ അവിടെ കൊടുത്തിട്ടുമുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആരാധനാലയം കൊണ്ട് അവിടെയൊക്കെ അവർ തിരക്കിയെന്ന് പറയുന്നത് നമുക്കറിയില്ല. നമ്മളെ ഒന്ന് കേൾക്കാനോ ഈ പരാതിയുടെ ബേസിൽ നമ്മളെ ഒന്ന് കേൾക്കാനോ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാനോ ഒരു ഉദ്യോഗസ്ഥർ പോലും വന്നിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പിന്നെ ഇപ്പം നമ്മൾ അതെല്ലാം പോയി കുഴപ്പമില്ല, അതൊക്കെ മാറി മറിച്ച് വരുന്നു എന്നുള്ള രീതിയിൽ വന്ന് ഇന്നൊരു സുപ്രഭാതത്തിൽ രാവിലെ ഇപ്പം ഈ ഒരു ആരുമില്ലാതിരുന്ന സമയത്ത് ഇവരെല്ലാം ഈ സാധനം ഇവിടെ കൊണ്ട് ഇറക്കിയത്. ഓഫീസിൽ പോയി ഞങ്ങളെല്ലാം തിരിച്ചു വന്ന ഈ പറയുന്ന ഈ ഒരു സാധനം ഇവിടെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്കും കുട്ടികളുണ്ട്, ഞങ്ങളുടെ കുട്ടികളും നല്ല രീതിയിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണേലും ഇതിനെതിരെ പോരാടും. ഈ ഒരു സ്ഥാപനം ഇവിടെ വരുന്നത് ഇപ്പോൾ എല്ലാവരും പിന്നെ അവർ പറയുന്ന പോലെ കള്ളുഷാപ്പിന് പ്രത്യേകിച്ച് വേറെ ആരുടെ അനുവാദം വേണ്ട, അങ്ങനെ വേണ്ടത്. എങ്കിലും ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ഒരു മര്യാദ ഇതുവരെ പാലിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ഞങ്ങൾ അതും കണ്ടില്ല. സ്കൂളിൽ നിന്ന് നിശ്ചിത അകലം പാലിക്കാതെയും അയൽവാസികളുടെ കൺസെന്റ് വാങ്ങാതെയുമുള്ള കള്ള് വിൽപ്പനശാലയ്ക്കെതിരെ സംയുക്ത ജനകീയ സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. ഞങ്ങളുടെ 4 വീട്ടിലേക്ക് പോണ വഴിയാണിത്. ഞാൻ ഈ രാത്രിക്ക് ഇത്രയും 17 വയസ്സായി. ഇതിലൂടെ രാത്രിക്ക് എൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഇതിലൂടെയാണ് പോകണേ. എനിക്ക് പോകേണ്ട അത്യാവശ്യം, വേറെ പോകാൻ വഴിയില്ല ഞങ്ങൾക്ക്. അവിടെ കൊണ്ടുവച്ച ഷാപ്പ് തുടങ്ങിയാൽ നടക്കുന്ന കാര്യമില്ല. എനിക്ക് എൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ എപ്പോഴാണ് വരുന്നതെന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. അതെനിക്ക് അത് അത്യാവശ്യപ്പെട്ട കാര്യമാണ്. എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ പോലും ആരും ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വരണേ ക്ഷേത്രത്തിൽ നിന്ന് പൂജയും കഴിഞ്ഞിട്ട്. സ്കൂളിൽ പോണ പിള്ളേരൊക്കെ ഉണ്ട്, വയസ്സായവരാണ്. മേലാത്തവരൊക്കെ പുറത്തോട്ട് ഇറങ്ങണ്ടേ മക്കളെ? ഇത് വാതിക്കാൻ ഇറങ്ങുന്ന കുടിച്ചല്ലേ, മനുഷ്യനെ ഇടിച്ചിട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറ. ഒരു ഷാപ്പിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ അറിയാൻ പറ്റുമോ? ഒരു പെരയുടെ വീടിൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ സഹിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. യാത്രക്കാരായാലും കുഞ്ഞുങ്ങളായാലും പ്രായം ചെന്നവരുമൊക്കെ പോകുന്ന ഏക ആശ്രയം അവർ 2-3 വീട്ടുകാർക്കുള്ള വഴി ഇതാണ്. അപ്പോൾ അതിലൂടെ ഈ പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. കാരണം ഞങ്ങൾക്കൊന്നും ഇതിലൂടെ ഒന്നും രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും പോകാൻ പറ്റാതെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, കുടിച്ചിട്ട് ഏത് രീതിക്കാരാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അനുവദിക്കുന്ന കാര്യമല്ല. ശക്തമായിട്ട് എതിർക്കാൻ തന്നെയാണ് ഞങ്ങളിവിടെ തീരുമാനിച്ചിരിക്കുന്നത്.